രാവിലെ എഴുന്നേറ്റ് ചോറും കറികളൊക്കെ വെച്ച് സച്ചുവിൻ്റെ റിച്ചുവിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവരെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടതിന് ശേഷമുള്ള എൻ്റെ പിന്നത്തെ ജോലികളാണ് ഇതൊക്കെ. രാവിലെ എടുക്കുന്ന പാത്രങ്ങളൊക്കെ അപ്പം തന്നെ കഴുകി വെക്കും, കാരണം പിന്നത്തേക്ക് വെക്കാറില്ല. പിന്നെ പിള്ളേർ പോകുമ്പം കഴിച്ചിട്ട് പോകുന്ന ആ ഒരു പാത്രങ്ങളും അന്നേരം ലാസ്റ്റിൽ ഉപയോഗിച്ച കുറച്ച് പാത്രങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ കഴുകാൻ വേണ്ടിയിട്ട്. അതെല്ലാം കഴുകി വെച്ച് പിന്നെ ഇതുപോലെ രണ്ട് സൈഡിലും വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി വൃത്തിയാക്കിയിടും. പിന്നെ ഇപ്പോഴത്തെ സ്റ്റൗവൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കറിയുടെയൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കും. ആ ഒപ്പം തന്നെ കബോർഡ് ഫ്രിഡ്ജും ഒക്കെ വൃത്തിയാക്കുവേ. പിന്നെ ഈ വെട്ടം കാണുന്നത് നമ്മുടെ ജലൻ്റെ ഇടയിൽ കൂടെ വെയിലിൻ്റെ വെട്ടം അടിക്കുന്നതാണ് കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ ഒരു ക്ലിയർ ആയി കിട്ടാത്തത്. ഫ്രിഡ്ജ് എത്ര തുടച്ചിട്ടിട്ട് ഒരു കാര്യമില്ല കേട്ടോ. വൈകുന്നേരം ആകുമ്പോഴത്തേനും സച്ച് വന്ന് കഴിയുമ്പോഴത്തേനും പിന്നെ നാരങ്ങ വെള്ളം ഉണ്ടാക്കലും ഏത് സമയത്തും ഫ്രിഡ്ജ് തുറന്നും അടച്ചും കൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് രാവിലെ തുടയ്ക്കും വൈകിട്ടാകുമ്പോൾ പഴയതുപോലെ തന്നെ ആവുമേ. ഇനി അതാ കുറച്ച് ദിവസമായിട്ട് ചുക്കിലിയൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്നത് ചുക്കിലിയൊക്കെ അടിക്കാമെന്ന് വെച്ചു. അങ്ങനെ ചുക്കിലിയൊക്കെ അടിച്ച് വൃത്തിയാക്കി. പിന്നെ രൂപത്തിൻ്റെ അവിടെയൊക്കെ ഒന്ന് പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നേ, അതെല്ലാം കൂടി അങ്ങ് തുടച്ചു. പിന്നെ സെറ്റിയൊക്കെ മാറ്റിയിട്ടിട്ട് അവിടെയും കൂടി ഒന്ന് അടിച്ചു വാരിയിട്ടുണ്ട്. സാധാരണ ഞാൻ ശനിയാഴ്ച ദിവസങ്ങളിലാണ് ചെയ്യാറ്, പക്ഷേ ഈ ആഴ്ച ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇന്നങ്ങ് മാറ്റിയിട്ടിട്ട് അതും കൂടി അങ്ങ് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. മൊത്തം ഒന്ന് അടിച്ചു വാരി കഴിഞ്ഞിട്ട് ഇന്നലെ ചോറ് വെച്ചതിൻ്റെ കഞ്ഞിവെള്ളം ഊറ്റി അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അത് പിറ്റേ ദിവസം രാവിലെ വാഴയുടെ ചോട്ടിലോ കറിവേപ്പിൻ്റെ അങ്ങനെ എന്തിൻ്റെങ്കിലും ചോട്ടിലോ ഓരോ ദിവസം ഒഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനത് വാഴയുടെ ചോട്ടിലേക്ക് ഒഴിച്ചു. പിന്നെ അതായത് തകരയൊക്കെ ഉണങ്ങി നിൽക്കുന്നുണ്ടായിരുന്നേ. ഞാൻ അങ്ങനെ ആ തകരയൊക്കെ നിറച്ചു അരിയായിരുന്നു. അരിയെല്ലാം ഞാൻ അവിടെ തന്നെ തട്ടി കുറഞ്ഞിട്ടിട്ട് കുറച്ചൊക്കെ പോയി, ബാക്കി പോയില്ല. അപ്പം ഞാനതെടുത്ത് അപ്പുറത്തോട്ട് സൈഡിലോട്ട് മാറ്റിയിട്ടു. മഴ പെയ്യുമ്പോൾ തന്നെ അവിടെ കിടന്നിട്ടാണെങ്കിലും അത് കിളുത്തോളുമല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.